ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലാണ്. ഞാൻ ദാ ചോറ് വെച്ച് അത് അരി അടച്ചിടുകയാണ്. പിന്നെ ദാ നമ്മുടെ മീനിനെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് ഞാൻ ആദ്യമേ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ദാ പെരുംജീരകപ്പൊടി ഇട്ടു, മുളക് പൊടി, നമ്മുടെ ഏതൊക്കെ പൊടിയുണ്ടോ അതെല്ലാം ഞാൻ വാരി വാരി ഇടുക കേട്ടോ. നിങ്ങളൊക്കെ ഓരോ സ്റ്റൈലായിരിക്കും. ഞാൻ എൻ്റെ രീതിയിലാണേ ചെയ്യുന്നത്. പിന്നെ ഉപ്പ് ഇട്ട് ഇങ്ങനെ നമ്മുടെ റെഡിയാക്കി വെള്ളം ചേർത്ത് എടുത്തിട്ട് നമ്മുടെ കുട്ടന്മാർക്ക് എല്ലാവർക്കും തേച്ച് പിടിപ്പിക്കുവാണ്. നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ട് കൊച്ചു പിള്ളേരെ ഒരുക്കിയെടുക്കുന്ന പോലെ എല്ലാം വാരി വാരി തേച്ച് അതുങ്ങളുടെ ഓരോരോ വയറ്റിലും എല്ലായിടവും തേച്ച് ഞാനങ്ങ് പിടിപ്പിക്കുക. സത്യത്തിൽ നമ്മൾ എന്ത് മൃഗങ്ങളല്ലേ, അവരുടെ ദേഹത്തോട്ട് ഈ മുളകും എല്ലാം വാരി വാരി പൊത്തുമല്ലേ, പാവമല്ലേ. പക്ഷെ നമ്മൾ ടേസ്റ്റ് ഓർക്കുമ്പോൾ തിന്നാതിരിക്കാൻ ശരിയല്ലല്ലോ. ദാ നോക്കി, എന്നിട്ട് ഞാനിങ്ങനെ ഓരോ ഷോ കാണിക്കുവാ മീനെ പൊക്കിയെടുത്ത് പാവങ്ങൾ. പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ചെയ്യുന്ന പോലെ അരികിനുള്ള എല്ലാം എടുത്തിട്ട് നമ്മൾ മീൻ വറുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവട്ടെ. പണ്ട് ഞാൻ ചട്ടി ചൂടാന്ന് പറയുന്നത് ഇങ്ങനെ നോക്കുമായിരുന്നേ. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ദേ എൻ്റെ ഒരു ചെറിയ പൊടിക്കയ്യ, എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചതച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിങ്ങനെ ഇടും. അപ്പം നല്ലൊരു മണമാണ് കിട്ടുന്നത്. ആ സൗണ്ട് കേൾക്കാൻ നല്ല രസമല്ലേ. ഇതാ നമ്മുടെ മീൻ ഓരോന്നോരോന്ന് കഴിഞ്ഞിടും. ഈ ഒരു സാധനം കൂടി ഉണ്ട് നല്ല മണത്തിനായിട്ട്. നമ്മുടെ തന്നെ വേപ്പിലയാട്ടോ. വേപ്പില എടുത്ത് ഇങ്ങനെ എടുത്ത് ഇതവിടെ കിടന്നൊന്ന് ആവട്ടെ. പിന്നെ നമ്മൾ രസം വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതുപോലെ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ 2 വറ്റൽ മുളകും കൂടെ തട്ടി പൊട്ടിച്ച് അതിലോട്ട് ഇടുവാണ് ഞാൻ. വറ്റൽമുളക് എവിടെ കാണുന്നില്ലല്ലോ, വറ്റൽമുളകേ വാ. വറ്റൽമുളക് ലേശം താമസിച്ച് പോയി. വറ്റൽമുളകും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ കൊച്ചുള്ളിയൊക്കെ ചതച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ രസത്തിന് കൊച്ചുള്ളി ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മ പറഞ്ഞു തന്നത് വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വറ്റൽമുളകും എല്ലാം കൂടെ റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചതച്ച കൊച്ചുള്ളിയും ഒരു പകുതി സവാള എടുത്തിട്ടുണ്ടായിരുന്നേ, അതും കൂടെ അതിലിട്ട് തട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അടിക്കട. അതൊരു പരുവം വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ തക്കാളി കുട്ടന്മാരെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞത്. എനിക്ക് വട്ടത്തിലരിഞ്ഞ തക്കാളി കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും വട്ടത്തിലാണ് അരിയുന്നത്. ആ വട്ടത്തിലരിഞ്ഞ തക്കാളിയും തട്ടിയിട്ടുണ്ട്. വീണ്ടും അവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അവർ ഫ്രണ്ട്സായിട്ട് അവിടെ കിടക്കട്ടെ. അങ്ങനെ ഇളക്കി ഇടുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തെടുത്തു, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള എന്താ പറയുന്നത് പുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. ആ പുളി വെള്ളമാണിപ്പോൾ അതിലോട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് അവ തമ്മിൽ വീണ്ടും ഒന്ന് യോജിപ്പിച്ചിട്ട് അതവിടെ കിടന്ന് വേകാൻ വേണ്ടി ഞാൻ അടച്ച് വെക്കുവാണേ. ഇപ്പോൾ അത് അവയും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊടിക്കുട്ടന്മാരെ തട്ടിക്കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് നല്ല ജീരകം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെന്തുവാ ഞാൻ ഇടാൻ പോകുന്നത്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെന്തുവാ, പിന്നെ മുളക് പൊടി ഇടുന്നു. പിന്നെ നമ്മുടെ രസത്തിൻ്റെ മെയിൻ ഒരു താരമാണ് കായത്തിൻ്റെ ഒരു ആ മണം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കായവും തട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു കൂടുതലാണെന്ന്, പിന്നെ കിടക്കട്ടെ നല്ല മണമാണല്ലോ എന്ന് കരുതി. അപ്പോൾ അത് കിടന്നിട്ട് വഴറ്റി ഒരു പരുവമായി. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം എടുത്ത് ഒഴിക്കാം. ആദ്യം ഞാൻ ഈ വെള്ളം ഒഴിച്ചപ്പോൾ വിചാരിച്ചു ദൈവമേ ഇതെന്തുവാ വെള്ളപ്പൊക്കമോ ഒന്ന് കരുതി. പിന്നെ അതൊന്ന് കൂട്ടി യോജിച്ചപ്പം സെറ്റായി. അങ്ങനെ സെറ്റാക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അതൊന്ന് സെറ്റാകണമല്ലോ. അങ്ങനെ വീണ്ടും അടയ്ക്കുവാണ്.
പിന്നെ എൻ്റെ ഫേവററ്റ് ഒരു സാധനമാണ് മല്ലിയില കേട്ടോ. എനിക്ക് മല്ലിയില എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ മല്ലിയിലയും കായവും എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പറാണ്. ഇപ്പോൾ അതാ എൻ്റെ ടെസ്റ്റർമാർ വന്ന് നിൽപ്പുണ്ട്. ഞാൻ എന്ത് വെച്ചാലും അപ്പം ടെസ്റ്റ് ചെയ്യാൻ എന്താ വന്ന് നിൽക്കുന്ന 2 പേരാണ്. ദുർഗ ഉണ്ട് അവിടെ, പിന്നെ അവളിപ്പോൾ ക്യാമറ വുമൺ ആയതുകൊണ്ട് വന്നില്ല. പിന്നെ അടുത്തതാ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. വീണ്ടും കടുകും വെളിച്ചെണ്ണയും എല്ലാം കൂടെ പൊക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതാ എന്തുവാ ഇത്, സവാളയും വെണ്ടയ്ക്കയും പച്ചമുളകും എല്ലാം കൂടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ തട്ടി കൊടുക്കുകയാണ്. ഇനി അത് വന്ന് അവിടെ കിടന്ന് വഴണ്ടി വന്നപ്പോൾ ഞാൻ ലേശം ഉപ്പിട്ടുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുമെന്നാണല്ലോ, അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പിന്നെ കുറച്ച് മുളക് എന്തുവാ അതിന് പറയുന്നത്, ചതമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അവർ രണ്ടുപേരല്ലല്ലോ, അവരെല്ലാവരും കൂടെ ഒന്ന് വഴണ്ടി വരട്ടെ. വീണ്ടും ഞാനിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ചേട്ടനുള്ള ചോറാണ് എടുക്കുന്നത്. പേപ്പർ ഇട്ടു, അതിൻ്റെ പുറത്ത് വാഴയില വെച്ചു, അതിൻ്റെ പുറത്തിട്ട് ചൂടാവി പറക്കുന്ന ചോറിടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയായിരുന്നേ, അതെടുക്കാൻ മറന്നുപോയി. പിന്നീടാണ് എനിക്കൊരു ബുദ്ധി വന്നേ, ഇതൊരു വീഡിയോ ആക്കിയാലോ എന്ന്. അപ്പം എനിക്ക് അത് കാണിക്കാൻ പറ്റില്ല. പിന്നീട് ഒരു ദിവസം ഞാൻ ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഇടാവേ. അതാ ചമ്മന്തിപ്പൊടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എടുത്ത് വെക്കുവാണ്. കൊള്ളാം അല്ലേ ആ കളറുകൾ തമ്മിൽ കാണാൻ? ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പുകഴ്ത്തുവാണ്. പിന്നെ നമ്മുടെ വറുത്തമീൻ കുട്ടനെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ നാരങ്ങ അച്ചാർ, അതിൻ്റെ ലിങ്ക് ഞാൻ കാണാത്തവർക്ക് ഒന്ന് കാണണേ പോയി. പിന്നെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഒരു രസത്തിനൊരു മുട്ടയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ചേട്ടൻ്റെ പൊതിച്ചോറിലെ വിഭവങ്ങളാണെന്ന് കാണിച്ചു തരാം. എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണിക്കാം. മുട്ട വറുത്തത്, മീൻ വറുത്തത്, നാരങ്ങ അച്ചാർ, നെല്ലിക്ക ഉപ്പിലിട്ടത്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയത്, ചമ്മന്തിപ്പൊടി, പിന്നെ രസവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പിടി പിടിക്കാം അല്ലേ? നമ്മളല്ല, ചേട്ടൻ. ഓക്കെ, ഓക്കെ.